വ്യവസായ സൗഹൃദം ഏറെ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് ശശി തരൂർ എം പി പറയുകയുണ്ടായി. ഇതിനെ ചൊല്ലിയിട്ടുള്ള തർക്കവും തിരുത്തലുമൊക്കെ ഇങ്ങനെ ദിനംപ്രതി നടന്നു പോവുകയാണ്. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ശശി തരൂർ എം പി അദ്ദേഹം മുൻപ് ഇട്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങ് നൈസായിട്ട് അങ്ങ് മുക്കി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തെന്നാൽ നമ്മുടെ ശരത് ലാലും കൃപേഷും ഇവരെ രണ്ടുപേരെയും ഈ ഇടതുപക്ഷ നേതാക്കന്മാരാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ രണ്ടുപേരെയും കൊലപ്പെടുത്തിയതിനു ശേഷമുള്ള ഒരു പോസ്റ്റായിരുന്നു ശശി തരൂര് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നത്. CPM എന്ന നരഭോജികൾ കൊന്നുതള്ളി എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ക്യാപ്ഷൻ ഉൾപ്പെടെ ആ ഒരു ഫോട്ടോ ഉൾപ്പെടെ ഇട്ടിരുന്നത്. ഈ ഒരു അഭിപ്രായം പറഞ്ഞതോടുകൂടി അദ്ദേഹം ഒരു നിവേദനം തയ്യാറാക്കിയതിന്റെ പുറമെയുള്ള ഈ ഒരു അഭിപ്രായം പറഞ്ഞതോടുകൂടി തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവസായ മനോഭാവം ഏറെ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോൾ ആ ഒരു പറച്ചിലിനെ വിവാദമായതോടുകൂടി തന്നെ അന്നേരം തന്നെ മുൻപിട്ട ആ ഒരു നരഭോജി ഒരു വാക്യം നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു വാക്യം ആ ഒരു പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് ശശി തരൂർ. ഇതിലെ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശി തരൂരിന് കോൺഗ്രസുമായിട്ട് നല്ല രീതിയിലുള്ള അതൃപ്തി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസുമായിട്ട് മാത്രമല്ല കേന്ദ്ര നേതാക്കന്മാരുമായിട്ട് രാഹുൽ ഗാന്ധിയുമായിട്ടും ഒക്കെ വലിയ രീതിയിൽ ഒരു അകൽച്ച നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ശശി തരൂർ ഇടയ്ക്കൊക്കെ പറയാറുണ്ടായിരുന്നു വലിയ വലിയ നേതാക്കന്മാരെ മാത്രമേ രാഹുൽ ഗാന്ധി പരിഗണിക്കാറുള്ളൂ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രമേ കേൾക്കാൻ നിൽക്കുന്നുള്ളൂ എന്നുള്ള നിരവധി കാര്യങ്ങൾ. ഇവിടെ അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് ശശി തരൂർ ഇതുപോലൊരു കാര്യവും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരള കോൺഗ്രസിനെ കുറിച്ചും മറ്റ് എല്ലാ രീതിയിലും നോക്കിക്കണ്ടുകൊണ്ട് ശശി തരൂർ ഈ കാര്യം പറഞ്ഞതും അതും മാത്രമല്ല നമ്മുടെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് മത്സരത്തിൽ നിന്നപ്പോൾ അവിടെ നിന്നും തോറ്റുപോയ ശശി തരൂരിന്റെയും കൂടെ ഒരു കലിപ്പ് തീർക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. കേരള സർക്കാരിനെ പുകഴ്ത്തി അടിച്ചതോടുകൂടി തന്നെ കേരളത്തിലെ UDF-ന്റെ നേതാക്കന്മാരാണെങ്കിൽ VD സതീശനും മറ്റുള്ളവരൊക്കെ തമ്മിൽ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ വെറുതെ നോക്കി നിന്ന പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ടുകൊടുത്ത രീതിയാണ് ഇപ്പോൾ CPM-ന് കിട്ടിയിരിക്കുന്നത്. CPM ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് പക്ഷേ കൊണ്ടാടാനുള്ള ഒരു വകുപ്പ് ആ ഒരു എതിർ പാർട്ടി തന്നെ തയ്യാറാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പോസ്റ്റ് മുക്കലിലോട്ട് വരാം. ഈ പോസ്റ്റ് മുക്കലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശി തരൂർ ഏകദേശം കോൺഗ്രസ് മടുത്തു കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ഉള്ള ഒരു പാത തയ്യാറാക്കണം. ആ ഒരു പാത CPM എന്ന് പറയുന്ന പാതയിലേക്ക് കയറാനാണ് അദ്ദേഹം ഊഹിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു പോസ്റ്റ് മുക്കി ഇപ്പോൾ CPM-നെ ഈ പറയുന്ന ചെകുത്താന്മാരൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വാക്ക് ഒരിക്കലും മാറ്റേണ്ടുള്ള ആവശ്യമില്ല. അപ്പോൾ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശശി തരൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി ഇനി ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നില്ല എന്നുള്ള ഒരു താല്പര്യം അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു കോൺഗ്രസുമായിട്ടുള്ള ഒരു വിയോജിപ്പും കൂടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പ്ലേറ്റ് മാറ്റാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു നേതാവ്, നമുക്കറിയാം ശശി തരൂരിന്റെ ക്വാളിഫിക്കേഷനെ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരു നേതാവില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പ്രധാനമന്ത്രിയെക്കാളും ഒക്കെ ഏറെ മുന്നിലാണ് ശശി തരൂരിന്റെ ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിന്റെ നിലപാടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു നേതാവിനെ പുറത്തായി അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടു അല്ലെങ്കിൽ തനിയെ പുറത്തു പോകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു മനോഭാവം, ഈ ഒരു പ്ലേറ്റ് മാറ്റിയുള്ള ഈ ഒരു മനോഭാവം കണ്ടിട്ട് CPM-ലേക്ക് പോകാനാണ് സാധ്യതകൾ ഏറെ കൂടുതൽ എന്നുള്ളതാണ്. കാരണം അദ്ദേഹം കുറെ നിവേദനങ്ങളൊക്കെ എഴുതിയതും അതുപോലെ തന്നെ പല പുസ്തകങ്ങളിലൂടെയൊക്കെ പറയുന്നതും BJP-യെ എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ സനാതന ധർമ്മത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ BJP-യുമായിട്ട് ഏറെക്കുറെ അകൽച്ചയിലാണ് ശശി തരൂർ എന്ന് നമുക്ക് ആ ഒരു എഴുത്തിലൂടെയും സംസാരത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പിന്നെ ഉള്ള ഒരു പോക്ക് ഈ പറയുന്ന ഇടതുപക്ഷത്തിലോട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് CPM-ലേക്ക് ചായും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും ശശി തരൂരിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. ഓരോ ദിവസവും UDF-ന്റെ അകത്തും കോൺഗ്രസിന്റെ അകത്തും ഒക്കെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായി പോവുകയാണ്. VD സതീശൻ ഒരു തീരുമാനമെടുക്കുന്നു, രമേശ് ചെന്നിത്തല ഒരു തീരുമാനമെടുക്കുന്നു.
ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കെ സുധാകരൻ മറ്റൊരു തീരുമാനം പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഭരണ സർക്കാരിന് ഒരു ഒന്നും ചെയ്യാതെ തന്നെ ഓരോരോ പ്ലസ് പോയിന്റുകൾ അല്ലെങ്കിൽ അവർക്കൊരു റിവാർഡ് കിട്ടി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശശി തരൂരിന്റെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാതെ പോകുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാലെടുത്ത് വെക്കും എന്നുള്ളതാണ്. കാരണം ശശി തരൂര് വലിയ രീതിയിലുള്ള ഒരു നേതാവാണ്. എന്നാലും അണികളില്ലാതെ ശശി തരൂർ എന്ന് പറയുന്ന നേതാവില്ല എന്നുള്ളതും ഒരു സത്യസന്ധമായിരുന്ന ഒരു കാര്യമാണ്. ശശി തരൂരിന്റെ അവസ്ഥ ഏകദേശമൊക്കെ കോൺഗ്രസിൽ വലിയ രീതിയിൽ വിയോജിപ്പുകൾ പ്രകടമായി മുന്നോട്ട് പോകുന്നത് തന്നെ അതും ക്ഷീണം പാർട്ടിക്ക് ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.